ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. മലബാറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. 3 ഫില്ലിങ്ങോട് കൂടി എങ്ങനെ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ഉന്നക്കായ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളും കാണണം കേട്ടോ. അപ്പം ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉന്നക്കായൻ്റെ പഴം, അതായത് ഒരു 1/4 ഭാഗം പഴുത്തിട്ടുള്ള പഴം എടുക്കുക. അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് നടു കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി, ഓവർ വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലിന് വേവിച്ചെടുക്കാൻ പോവാണ്. ഞാൻ വിസിൽ പോയ അപ്പം തന്നെ തുറന്ന് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 എഗ്ഗും പിന്നെ 2 ഏലക്കായും പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും. അപ്പം അതിന് മുന്നേ ഈ ഏലക്കായും പഞ്ചസാരയും എഗ്ഗും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനൊരു മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചു. അതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് അത് ചൂടാക്കി എന്നിട്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പും പിന്നെ നമ്മൾ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തു. അതൊന്ന് വറുത്ത് വന്നപ്പോൾ നമ്മൾ ഈ എഗ്ഗിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ എഗ്ഗിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പതുക്കെ ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓരോ ഭാഗം വേവിച്ച് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മധുരം കൂടിപ്പോവരുത്, അപ്പം നമുക്ക് ഇങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇനി അടുത്ത ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റേ എഗ്ഗിൻ്റെ ചെയ്ത പോലെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യും ഓയിലും ചേർത്തിട്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തേങ്ങൻ്റെ ആ വൈറ്റ് കളറൊന്ന് മാറി ഇങ്ങനെ ആവുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച പഴം ഇതാ തൊലിയെല്ലാം കളഞ്ഞ് വെക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പെർഫെക്ഷനിൽ കിട്ടണം പഴം. അപ്പോൾ ഇനി ഇതിൻ്റെ നടു ഒന്ന് കട്ട് ചെയ്യാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ നടുവിലുള്ള ആ ബ്ലാക്ക് കളറുള്ള സാധനമില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ചെയ്തു വെക്കാം. ഇതിങ്ങനെ ചെയ്യണത് നമ്മൾ ഉന്നക്കായ്ക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായി അത് മുറിഞ്ഞു പോകാണ്ടിരിക്കാനാട്ടോ. അപ്പം പഴമൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കത്തിനെ കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന കല്ലില്ലേ, അതിനെ കൊണ്ട് നന്നായിട്ട് ഒരു ചെറിയ കട്ട പോലും ഇല്ലാണ്ട് ഞാൻ ഇതിനെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നമ്മളെ പത്തിരിമാവെല്ലാം കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് അരച്ചെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് നമ്മളെ എഗ്ഗിൻ്റെ ഫില്ലിങ്ങും പിന്നെ ആ തേങ്ങ മാത്രം ഉണ്ടാക്കില്ലേ അതും കൂടി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വെക്കട്ടോ. ഇതിൽ നിങ്ങൾക്ക് 3-ൽ ഏത് വേണേ ആക്കാം. തേങ്ങ മാത്രമാണ് തേങ്ങ, അല്ലെങ്കിൽ നമ്മൾ എഗ്ഗ് മാത്രമാണ് എഗ്ഗ്, അങ്ങനെയൊക്കെ ആക്കാം. ഇനി നമ്മൾ ഉന്നക്കായ്ക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് വെക്കാം. ഞാനങ്ങനെ ആദ്യം തന്നെ ഉരുളകളാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് കൈയിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് ആദ്യം കയ്യിൽ നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നാൽ കയ്യിലൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ഇതാ പെർഫെക്റ്റായിട്ട് നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. കയ്യിൽ ഒട്ടുന്നില്ല, പിന്നെ മുറിഞ്ഞു പോകുന്നില്ല. നല്ലോണം ഒരു പൂരീൻ്റെ വലുപ്പത്തിലൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രേ കട്ടിയുള്ളൂ. ഈ ഒരു സൈസിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ഇത് ഓവർ വലുപ്പമൊന്നുമില്ല, ചെറിയ ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കൂട്ടാം, വലിപ്പം കൂട്ടാമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 3 ഫില്ലിങ്ങും വെച്ചിട്ട് ഓരോ ഉന്നക്കായും ഇങ്ങനെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊരു അട പോലെ ഇങ്ങനെ അതിൻ്റെ സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വിരൽ കൊണ്ടിങ്ങനെ അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ വരുന്ന എയർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് കളഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ അത് പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള
ആ എയറെല്ലാം മാക്സിമം നമ്മൾ പുറത്തിട്ട് കളഞ്ഞ് നന്നായിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ച് പൊട്ടൊന്നും ഇല്ലാണ്ട് എന്താ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കണം. എന്തെങ്കിലും പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും വരയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ കറക്റ്റ് ഉന്നക്കായ്. ഞാനെല്ലാം ഇങ്ങനെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിലോട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഉന്നക്കായ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഓവർ ഫ്ലെയിമിൽ ഇത് ചെയ്യരുത്, പെട്ടെന്ന് കളർ ചേഞ്ചായി പോവും. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ കളർ ചേഞ്ചാക്കി ഇതിന് വേവിച്ചെടുക്കുകയാണ് വേണ്ടിയത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കളർ നന്നായിട്ട് ഡാർക്കായി പോവും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.